നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. UDF സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളിൽ ഒന്നായ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും എന്ന പ്രഖ്യാപനം നിലവിൽ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഈ മാസവും ഈ സാമ്പത്തിക വർഷം മുഴുവനായിട്ടും പ്രതിമാസ പെൻഷൻ തുകയായിട്ട് പഴയതുപോലെ 2000 രൂപ തന്നെയായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നത്. എന്നിരുന്നാലും വരുമാന വർധനവിനായിട്ട് വിവിധ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പുതിയ സ്രോതസ്സുകൾ നമുക്ക് തന്നെയുള്ള വരുമാനം സർക്കാരിലേക്ക് എത്തുന്ന മുറയ്ക്ക് അത് പൂർണ്ണമായിട്ടും ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് അവതരണ വേളയിലും വാർത്താ സമ്മേളനത്തിലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എല്ലാ മാസവും യാതൊരു തടസ്സവും കൂടാതെ പെൻഷൻ ഓരോ ഗുണഭോക്താക്കളുടെയും കൈകളിൽ സുരക്ഷിതമായിട്ട് എത്തും എന്ന ശക്തമായിട്ടുള്ള ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വഹിക്കുന്നതിനാൽ തന്നെ പെൻഷൻ വിതരണത്തിൽ ഭരണപരമായിട്ടുള്ള അനാവശ്യ കാലതാമസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൂടാതെ തന്നെ ശക്തമായ ഒരു പ്രതിപക്ഷം കൂടി സംസ്ഥാനത്ത് നിലവിലുള്ളതിനാൽ തന്നെ ഭരണപരമായിട്ടുള്ള ജാഗ്രതയും കൂടുതലായിരിക്കും. അതിനാൽ അർഹരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് കൈകളിലേക്കോ പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരും എന്ന കാര്യത്തിൽ ഗുണഭോക്താക്കൾ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. പെൻഷൻ തുക കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുമെങ്കിലും അത് തുടർന്നും തടസ്സങ്ങളില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ അനുവദിച്ചിട്ടുള്ള ഇതിനായിട്ടുള്ള സമയപരിധി അത് ഈ വരുന്ന ജൂൺ മാസം 30-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ടതില്ല എന്ന കാര്യം ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മുൻകാലങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലാതിരുന്ന സമയത്ത് പെൻഷൻ അനുവദിച്ച് കിട്ടിയവരും പിന്നീട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അത് സമർപ്പിക്കാൻ തയ്യാറാകാത്തവരുമായിട്ടുള്ള പഴയ ഗുണഭോക്താക്കൾ മാത്രമാണ് ഇപ്പോൾ ഈ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നൽകേണ്ടത്. ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്ത ഇത്തരം ആളുകളുടെയൊക്കെ തന്നെ ലിസ്റ്റ് അത് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഇപ്പോൾ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർമാർ മുഖേന ഈ ലിസ്റ്റ് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റു കൂട്ടായ്മകളിലൂടെയും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഗുണഭോക്താക്കളെ നേരിട്ട് വിവരം അറിയിക്കാനും കർശനമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ മുകളിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ഈ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളവർ ജൂൺ മാസം 30-ന് മുൻപായിട്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് സമർപ്പിക്കുക. ഇനി അറിയിപ്പൊന്നും ലഭിക്കാത്തവരോ സംശയമുള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് സേവന പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ആധാർ നമ്പർ നൽകി സ്വന്തം സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കാവുന്നതാണ്. ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് ബാധകമല്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. മറിച്ച് സമർപ്പിച്ചിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അധികൃതരെ ഏൽപ്പിക്കേണ്ടതാണ്. ഇനി വരുമാന സർട്ടിഫിക്കറ്റിന് പുറമേ ആയിട്ട് സ്ത്രീ ഗുണഭോക്താക്കളെ മാത്രം ബാധിക്കുന്ന മറ്റൊരു സുപ്രധാന കാര്യം കൂടിയുണ്ട്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷനൊക്കെ കൈപ്പറ്റുന്നവർ നിർബന്ധമായിട്ട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള അവസാന തീയതിയും ഈ ജൂൺ മാസം 30-ാം തീയതി തന്നെയാണ്. എന്നാൽ 2026 ജനുവരി 1-ന് 60 വയസ്സ് പൂർത്തിയായവരെ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ നിന്നും സർക്കാർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾ തങ്ങളുടെ പ്രാദേശിക തലങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള ലിസ്റ്റ് കൃത്യമായി പരിശോധിക്കുകയും ഇതുവരെ ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെങ്കിൽ അവസാന തീയതിക്ക് മുൻപായിട്ട് തന്നെ അത് കൃത്യമായിട്ട് സമർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അത് മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഗുണഭോക്താക്കൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് തീയതികൾ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിലെ ഈ കാലവർഷമൊക്കെ പൂർണ്ണമായും അവസാനിച്ചതിന് ശേഷം മാത്രമായിരിക്കും മസ്റ്ററിംഗ് നടപടികളൊക്കെ തന്നെ ആരംഭിക്കാൻ സാധ്യതയുള്ളത്. ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ഏകദേശം അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കുന്നതാണ്. അതിനാൽ തന്നെ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനുള്ളവർ ഒട്ടും വൈകാതെ തന്നെ അത് നിർബന്ധമായിട്ട് സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.